പറ്റത്തുള്ളൂ. ശരി, രാഹുൽ താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മുജീബ് റഹ്മാൻജിയോട് വളരെ ആദരവോടെ പറയാനുള്ളത്, അത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ നമ്മൾ വല്ലാത്തൊരു കൈയടക്കത്തോടു കൂടി മെയ്വഴക്കത്തോടു കൂടി കൈകാര്യം ചെയ്യണം. ഒന്ന്, ആദരണീയനായ ഫാദർ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ്, എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്, എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠത്തിലാണ്, ഞാൻ പഠിച്ചത് ക്രൈസ്തവരിലാണ്. അപ്പം ഞങ്ങളുടെ എല്ലാ തലമുറകൾ നമ്മുടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. ചാവരപ്പിതാവടക്കം ഞങ്ങളുടെ ഹിന്ദു നവോത്ഥാന നായകന്മാരുണ്ടാകുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന് വലിയൊരു വിദ്യാഭ്യാസ സംസ്കാരവും പാരമ്പര്യവും നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം സാധാരണ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ തങ്ങളുടെ കുട്ടികളെ എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസിൽ വിടുന്നത്. അതൊരു പ്രശ്നമില്ലാതെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ഉത്തരവാദിത്വം നമ്മുടെ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലാണ്, നമ്മുടെ ക്രിസ്തീയ പൗരോഹിത്യത്തിനും കൂടെയുണ്ട്. കാരണം ഞങ്ങളെല്ലാം നമ്മുടെ മക്കളെ വിശ്വസിച്ച് വിടുന്നത് അത്തരം സ്കൂളുകളിലാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട്, ഈ വിഷയം ഒരു സമവായത്തിന് ശ്രമിക്കണം. നമ്മൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം. കാര്യം ആ പെൺകുട്ടി കൊച്ചുകുട്ടിയാണ്, നമുക്കെല്ലാം സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ളതല്ലേ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടായി കാണും, മനോവേദന ഉണ്ടായി കാണും. ഒരു സമവായത്തിലേക്ക് ഈ കാര്യം എത്തണം. രണ്ട് വിഷയങ്ങൾ നമ്മൾ ഈ നിയമപരമായി പരിഗണിക്കണം. സ്ട്രിക്ട്ലി ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരാൾക്ക് എന്തും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മൈനോറിറ്റി റൈറ്റ്സ് പ്രകാരം ആർട്ടിക്കിൾ 30 പ്രകാരം, ആർട്ടിക്കിൾ 25, 26 പ്രകാരം നമ്മുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതസ്ഥാപനങ്ങളോ ഒക്കെ നടത്താനുള്ള അവകാശവും നമുക്കുണ്ട്. ഉദാഹരണം, ഞാനിപ്പോൾ ശബരിമല വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ഞാൻ യൂണിഫോം ഇടുന്നൊരു ദിവസം എൻ്റെ മോനെ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് സെന്റ് തോമസിലേക്ക് വിട്ടാൽ ശരിയാവും? ഇല്ല. കാര്യം അവന് വേണമെങ്കിൽ വേറൊരു ദിവസം പോവാം, അതായത് യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ലാത്ത ദിവസം പോവാം. ചില സ്കൂളുകളിൽ നമ്മുടെ നാടിന്റെ മഹത്തരമായ മതസൗഹാർദ്ദ പാരമ്പര്യം ഒരുമിച്ചുകൊണ്ട് ഹിജാബോ ബാക്കി വസ്ത്രങ്ങളോ ഈ കളർ കോഡിനോട് ചേർന്ന് ധരിക്കണം. അതായത് സ്കൂളിലെ ഡ്രസ്സ് വെള്ളയും പച്ചയും ആണെങ്കിൽ ആ വെള്ളയും പച്ചയും ചേർന്നൊരു ഹിജാബ്, അല്ലെങ്കിൽ വെള്ളയും നീലയും ആണെങ്കിൽ വെള്ളയും നീലയും ചേർന്നൊരു ഹിജാബ്. അങ്ങനെ ഒരു സമവായം ഉണ്ടാകുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കടുംപിടുത്തം ഒരിക്കലും പിടിക്കരുത്. നമ്മുടെ രണ്ട് പ്രമുഖ സമുദായങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്നാണ്. സേവന മേഖലയിലും വ്യവസായത്തിലുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇതൊരു സാമുദായിക സ്പർദ്ധയില്ലാത്ത രീതിയിൽ, പരസ്പരം വിദ്വേഷമോ വർഗീയതയോ ഇല്ലാത്ത രീതിയിൽ ഒരു സമവായം കണ്ടെത്തണം. ഇവിടെ അത് എങ്ങനെയാണ് താങ്കൾ പറയൂ, എങ്ങനെ സമവായം കണ്ടെത്തുമെന്ന്? ഇവിടെ സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായിട്ടല്ല, സ്കൂൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിജാബ് ധരിച്ച് വരാൻ പറ്റില്ല, അതിന് സമ്മതപത്രം നൽകണമെന്ന്. സമ്മതപത്രം കൊടുക്കുന്നില്ല. അവിടെ താങ്കൾ രാഹുലെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കമായി ഇതാ കുടുംബത്തിന്റെ മാത്രം ഒരു ആവശ്യമായിരുന്നു എന്ന്, അതിന് പിന്നിൽ ആരുമില്ല എന്ന്? അവിടെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് അടക്കമുള്ള സംഘടനകളെ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം, അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ, ഇപ്പം തീവ്ര കാസ അടക്കമുള്ള സംഘടനകളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരരുത്. മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരോടും യോജിച്ചു പോകുന്ന, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും കുഴപ്പമില്ല, ഇവരെ വിളിച്ചിരുത്തി ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. രണ്ട് പരിഹാരങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ കുട്ടിക്ക് സ്കൂളിൻ്റെ യൂണിഫോമിന് അനുയോജ്യമായ ആ ശിരോവസ്ത്രം കൂടി ഇടാനുള്ള അനുമതി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ പറയുന്നത് പോലെ, സ്കൂൾ ചിലപ്പം പേടിച്ച് കാണും, 2 ദിവസം അടച്ചിടേണ്ടി വന്നു, അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് അസഭ്യം കേൾക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ വന്നുകൊണ്ട് സ്കൂൾ പേടിച്ചു പോയി കാണും. ഇതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും പേടിച്ചു പോയി കാണും. കാര്യം ഒരുപാട് ആൾക്കാർ, അവരൊന്നും സാധാരണക്കാരാണല്ലോ, പെട്ടെന്ന് ഇത്രയും വലിയ ജനശ്രദ്ധ വരുന്നു, അതൊരു വിവാദ വിഷയമാകുമോ, അത് പരസ്പര സ്പർദ്ധയാകുമോ എന്ന് പറയുന്നു. അവിടെ മുജീബ് റഹ്മാൻജിയോട് എനിക്ക് വളരെ റെസ്പെക്ട്ഫുള്ളി പറയാനുള്ളത്, ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ ഇത് ഹൈലൈറ്റ് ചെയ്താലല്ലേ നമുക്കൊരു സമവായം ഉണ്ടാക്കാൻ പറ്റൂ. ഈ സമവായം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഒരു സമവായമല്ലേ. അപ്പം നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. പക്ഷേ രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ മാത്രം ആവശ്യമായിരിക്കില്ല, അതിന് പിന്നിലുള്ള ചില ശക്തികളുണ്ടല്ലോ, ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. അതാണ് പറഞ്ഞത്. SDPയുടെ സാന്നിധ്യം ഇക്കാര്യത്തിൽ ഉണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. അത് പറയുവാൻ കോൺഗ്രസ് ഒക്കെ പഠിക്കുകയാണ് എന്നേ ഉള്ളൂ. ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുറാൻ 41-34 റോമൻസിലും, അതായത് ബൈബിളിന്റെ ഭാഗമായി മറ്റും പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് വെച്ച് നമുക്ക് പരിഹരിക്കണം. ഇപ്പൊ രണ്ട് പരിഹാരങ്ങളാണ്. ഒന്നെങ്കിൽ സ്കൂൾ അനുവദിക്കുക, ശിരോവസ്ത്രം യൂണിഫോമിനോട് ചേർന്നൊരു കാര്യം. അല്ലെങ്കിൽ ഈ ഹിജാബ് ധരിക്കില്ല എന്ന് എഴുതി ഒപ്പിടുക എന്നുള്ളതല്ല, സ്കൂൾ യൂണിഫോമിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൊണ്ടുവരിക. രണ്ട്, നാളെ ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് മറ്റൊരു പരിപാടിക്ക് പോകുന്നു, സ്കൂളിന്റെ കലോത്സവത്തിന് പോകുന്നു, അവിടെ ഒക്കെ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോവാം, ആരും എതിർക്കാൻ പോകുന്നില്ല. കാര്യം യൂണിഫോമിന്റെ ഭാഗമല്ലാത്തൊരു
കാര്യം അവിടെ ധരിച്ചുകൊണ്ട് വരുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. ഉദാഹരണം, നാളെ ഈ സ്കൂളിൽ സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുകയാണ്, കുട്ടിയും അച്ഛനും അമ്മയും എപ്പോഴും ഒക്കെ പോകുന്നു, ഏത് ഡ്രസ്സും ധരിച്ചാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതൊരു ഈഗോ ബാറ്റിലായിട്ട് എടുക്കരുത്. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇതൊരു സ്പർദ്ധാ വിഷയമായിട്ടോ ഇതൊരു മത്സര ഇനമല്ല, ഇതിലൊരു കോമ്പറ്റീഷനോ ഗപ്പോ ഇല്ല. മോഹൻലാലിനെ ഓർത്തുകൊണ്ട് പറഞ്ഞാൽ ഇതൊരു വടംവലി മത്സരമല്ല. രണ്ട് സൈഡിൽ നിന്നും എല്ലാ താല്പര്യമുള്ള തീവ്ര താല്പര്യമുള്ള പലരും വടം വലിക്കും. ഓർക്കുക, നഷ്ടം നമുക്ക് മാത്രമാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും തീവ്ര കാസാക്കാർക്കും ഒക്കെ സന്തോഷവും ലാഭമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പൊതുസമൂഹത്തിനാണ് നഷ്ടം. ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ശരി, ശ്രീ പറയാനുള്ളത് ഷാബു പ്രസാദ്